പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കാൻ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. ഈ ദിവസം കാണാനുള്ള ഭാഗ്യം കർത്താവ് എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നു. എത്ര പേർ ഈ പ്രഭാതത്തിൽ ഈ പ്രാരംഭ സമയത്ത് തന്നെ കർത്താവിനൊരു നന്ദി പറയും. താങ്ക് യു ജീസസ്, താങ്ക് യു ഫോർ എവറിത്തിങ് യു ഹാവ് ബിസ്റ്റോഡ് അപ്പോൺ അസ്. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന എല്ലാത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുക. പലപ്പോഴും നമുക്കില്ലാത്തതിനെ ഓർത്ത് പലപ്പോഴും നമ്മൾ പല പരാതികളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അയ്യോ, എനിക്ക് ഇന്ന കാര്യം നടന്നില്ല, ഇന്ന കാര്യം ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഇന്ന കാര്യം എനിക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ള പ്രവൃത്തികളും പരാതികളും ഒക്കെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. എന്നാൽ കർത്താവ് തന്നതൊക്കെ ഒന്ന് ഓർത്ത് ഒന്ന് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച്, അർഹതയില്ലാത്ത ദാനങ്ങളാണ് കർത്താവ് നമുക്ക് തന്നത്. യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിലാണ് കർത്താവ് നമ്മളെ പലരെയും നിർത്തിയിരിക്കുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു യോഗ്യതയും ഒരു അർഹതയുമില്ല. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പോലും എനിക്കുള്ള ഒരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല. പക്ഷേ കർത്താവ് മാനിച്ചതും കർത്താവ് നിർത്തിയതുമൊക്കെ ഓർത്താൽ നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം നിറയുകയാണ്. നന്ദി എന്നൊരു വാക്കല്ലാതെ ഒന്നും പറയാനില്ല. എന്നെ ഒരു 10-27 വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ എത്രയോ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഈ ലോകപ്രകാരം മോഹങ്ങളിലും ഇമ്പങ്ങളിലും ഒക്കെ പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ യേശുക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഹി മേഡ് മീ എ ന്യൂ ക്രിയേഷൻ. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി കർത്താവ് തീർത്തു. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ കർത്താവിന് പുതുക്കാൻ സാധിക്കും. ഹി ക്യാൻ മേക്ക് എവരിത്തിങ് ന്യൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും പുതുക്കം വരുത്താനും മാറ്റം കൊണ്ടുവരാനും എൻ്റെ കർത്താവ് ശക്തനാണ്. അവൻ്റെ കരങ്ങളിലോട്ട് ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി. ഈ പുതിയ ദിവസം അതങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നന്ദിയോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ആഴ്ചയിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക്, ആഴ്ചയുടെ 1ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക. കർത്താവ് എത്ര അത്ഭുതകരമായി നമ്മളെ നടത്തി. നന്ദി പറയാം. ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. പലവിധ പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നു. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു, പേര് ചൊല്ലി വിളിച്ചു. ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തതാ. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ പേര് ചൊല്ലി വിളിച്ചതാ. ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ കർത്താവ് എത്ര വലിയവന് നമ്മളെ തന്റെ മക്കളാക്കി വെച്ചു. അതിനായിട്ട് നമുക്ക് നന്ദി പറയാം. നമ്മുടെ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ കർത്താവ് കൂടെയിരുന്നു, വഴി നടത്തി, കൈ പിടിച്ചുയർത്തി. അതിനെല്ലാമായിട്ട് നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. കർത്താവെ നന്ദി എന്നല്ലാതെ ഇന്നും പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കാണും. പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കിട്ടി കാണത്തില്ല. പക്ഷെ അവിടെയും എൻ്റെ കർത്താവ് മതിയായവന്. ഏത് വിഷയത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് അവിടെ അത്ഭുതം ചെയ്യാൻ എൻ്റെ കർത്താവ് മതിയായവന്. ആ കർത്താവിന് അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവിന് ചെയ്യാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. ഏത് പ്രതികൂലത്തിലും, ഏത് രോഗത്തിലും, ഏത് ഭാരത്തിലും, ഏത് അവസ്ഥയിലും നമുക്ക് കർത്താവിന്റെ അടുത്തോട്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ച് ഓടിച്ചെല്ലാനുള്ള അധികാരവും അവകാശവും തന്നിട്ടുണ്ട് ആ യേശുക്രിസ്തു മുഖാന്തരം. യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്നൊന്ന് പറഞ്ഞപ്പോൾ ആ പിതാവിന്റെ സന്നിധിയിലേക്ക് ഏത് സമയത്തും നമുക്ക് ഓടിച്ചെല്ലാനുള്ള അനുവാദമുണ്ട് ആ യേശുവിന്റെ നാമത്തിൽ. ആ യേശുവിന്റെ നാമം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ വായിൽ ഇരിക്കുന്നുണ്ടോ? നാവിൽ എപ്പോഴും യേശുവിന്റെ നാമമാണോ? ഒന്നിലും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർച്ച തന്നെ പ്രാപിച്ചിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ലോകത്തിൽ കർത്താവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാതെ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാതെ കർത്താവ് വിടത്തില്ല. വിശ്വാസത്തോടെ ആയിരിക്കണം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി
സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. എത്ര നല്ലൊരു വചനം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുക, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു, തമ്മിൽ ബുദ്ധി ഉപദേശിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ആ ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ടോ? അതോ പ്രതികൂലം വരുമ്പോൾ ആ പ്രതികൂലമാണോ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത്? പക്ഷെ അതിനെ കവിയുന്ന ഒരു ദൈവവചനം, ഒരു രോഗമാണോ? യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വാഗൊണ്ട് പറയാൻ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ടൊന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടിയ വചനങ്ങൾ കണ്ടെത്തി നിങ്ങൾ വാഗൊണ്ട് വിളിച്ചു പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നോക്കാം, അതിന്റെ 15 മുതൽ ഷിന, അതിന്റെ 15 മുതൽ നമുക്കൊന്ന് വായിച്ചാലോ? ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാം, ഈ പ്രഭാതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് വിഷയമാണെങ്കിലും അതിന്റെ അകത്ത് കർത്താവിന്റെ സമാധാനം, ദ പീസ് ഓഫ് ഗോഡ് that surpasses all understanding, സർവബുദ്ധിയെയും കവിയുന്ന ആ ദൈവിക സമാധാനം ഏത് വിഷയത്തിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് വാഴാൻ തുടങ്ങിക്കേ, ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അതോ നിങ്ങളുടെ കൺസേൺസ് ആണോ, നിങ്ങളുടെ ഭാരങ്ങളാണോ, നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളാണോ, അതോ നെഞ്ച് പടപടപടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണോ, അതോ കർത്താവിന്റെ സമാധാനമാണോ നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നത്? ഇവിടെ ദൈവവചനം പറയാണ്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടവരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നന്ദിയുള്ളവരായിരിക്കും. പ്രൈസ് ലോർഡ്. നോക്ക്, അതാ ഈ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു വാക്കതാ, നമുക്ക് കർത്താവ് ചെയ്ത ആ നന്മകളൊക്കെ ഓർത്ത്, നമ്മൾ ഈ വാസ്തവത്തിൽ ഈ കർത്താവ് ചെയ്തൊക്കെ ഓർത്ത് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇന്നത്തെ കൺസേൺസും ഇന്നത്തെ ഭാരവും അതെല്ലാം അങ്ങ് മാറും. നമുക്ക് കൂടുതലും പറയാനുള്ളത് കർത്താവ് ചെയ്തതായിരിക്കും, അല്ലേ? പ്രൈസ് ലോർഡ്. ഇവിടെ ദൈവവചനം പറയാണ്, ആ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. എന്നിട്ട് പൗലോസ് പറയാണ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം. എനിക്ക് ഇന്നത്തെ എന്റെ ചിന്ത അതാണ്, ദ വേർഡ് ഓഫ് ഗോഡ് ഷുഡ് റിച്ച്ലി, അതിന്റെ എല്ലാ നിറവിനോളം നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ആ കർത്താവിന്റെ വചനം ഒരിക്കലും നിങ്ങളുടെ അകത്തുനിന്ന് നീങ്ങിപ്പോകരുത്. ആ കർത്താവിന്റെ വചനം ഒരാളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തും സാധിക്കും. അപ്പൊ ആ ക്രിസ്തുവിന്റെ വചനം, പ്രൈസ് ലോർഡ്, അത് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? വസിക്കണം. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. ആ കർത്താവിന്റെ വചനം ഒരാളുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്നിലും താക്കാൻ സാധിക്കത്തില്ല. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയാവോ? ഷിനായി വചനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ്. എന്റെ ഒരു വിഷയം കാണുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചും ആ വിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഹൈലൈറ്റ്. നിങ്ങളുടെ ഉള്ളിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പ്രോബ്ലം ആണോ കർത്താവിന്റെ വചനമാണോ? നിങ്ങളുടെ ഉള്ളിൽ കർത്താവിന്റെ വചനം ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു എങ്കിൽ ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഇത് ഐശ്വര്യമായി, ഇത് പൗലോസ് പറയുന്ന കൊലോസ്യർക്കരോട് പറയുകയാണ്, ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ആ വചനം നിങ്ങളുടെ ഉള്ളിൽ ഐശ്വര്യമായിട്ട് വസിക്കട്ടെ. ആ കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ അധികമായിട്ട് വസിക്കട്ടെ. ആ നന്ദിയുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ആ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ ഒന്നിനും കുറവ് വരത്തില്ല. നമുക്ക് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിലെല്ലാം കർത്താവ് ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുമ്പോൾ താൻ കർത്താവിനോട് സംസാരിക്കുന്നത് ഉപമകളായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ മത്തായി സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിൽ കർത്താവ് അവരോട് ഉപമകൾ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരു ഉപമ നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ ശുശ്രൂഷയിൽ ചില ഉപമകൾ കർത്താവ് അവരോട് പറയുകയും ആ ഉപമകൾ അത് എന്താണ് എന്ന് അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. എല്ലാ ഉപമകളും കർത്താവ് ആ ഉപമയുടെ അർത്ഥം അവരോട് വിവരിച്ചിട്ടില്ല. എന്നാൽ ചില ഉപമകളുടെ അർത്ഥം കർത്താവ് അവരോട് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളെ മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ ഒരു 3-ാം വാക്യം മുതലൊന്ന് വായിച്ചു ഷീന. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. നോക്ക്, ഇവിടെ വിതയ്ക്കുന്നവന്റെ ഒരു ഉപമ പറയാണ്.
ഈ ഉപമ എവിടെ വെച്ചാ പറഞ്ഞെന്നും കൂടെ ഉള്ള ഹൈലൈറ്റ് ആകട്ടോ. അതിന്റെ 1-ാം വാക്യം മുതലൊന്ന് വായിച്ചു. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനക്കരെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. അപ്പം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവൻ പത്രോസിന്റെ പടകിൽ കയറി ഇരുന്ന് ജനം അവരെ തിക്കി തിരക്കിയത് കൊണ്ട് കരയ്ക്ക് നിൽക്കാൻ ഇടയില്ലാഞ്ഞിട്ട് ശീമോനുള്ളതായ ഒരു പടകിൽ കയറിയത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പടകിൽ കയറി രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് ലൂക്കോസ് 5-ൽ എഴുതിയിട്ടില്ല. എന്നാൽ മത്തായി സുവിശേഷം 13-ൽ അവിടെ എഴുതിയിരിക്കുകയാണ് എന്താണ് കർത്താവ് ആ പടകിലിരുന്ന് അവരോട് പറഞ്ഞത്. ആ പടകിലിരുന്ന് അവരോട് പറഞ്ഞത് വിതയ്ക്കാൻ പോകുന്നവന്റെ ഒരു ഉപമ ആ പടകിലിരുന്ന് പറഞ്ഞു. ആ വിതയ്ക്കാൻ പോകുന്നവന്റെ ഉപമ പറഞ്ഞിട്ട് അതിന്റെ 18-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ ആ ഉപമയുടെ അർത്ഥം അവർക്കൊന്ന് വായിക്കാം. 18 മുതൽ വായിച്ചു. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവി. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ഒരുവൻ ഇവിടെ 4 കാര്യങ്ങളാണ് ഇവിടെ വിതയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഒന്ന് വഴിയരികെ വീണത്, 2 പാറസ്ഥലത്ത് വീണത്, 3 മുള്ളിനിടയിൽ വീണത്, 4 നല്ല നിലത്ത് വീണത്. അങ്ങനെ 4 അവസ്ഥകളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 4 അവസ്ഥ എന്താണെന്ന് കർത്താവരോട് വിവരിച്ചു പറയുകയാണ്. ഒന്ന് വായിച്ചു ഷീന. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ട് ഗ്രഹിക്കാൻ ഒന്ന് കേൾക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ദൈവവചനം കേൾക്കുന്നുണ്ട്. ഞായറാഴ്ച സഭകളിൽ ദൈവവചനം കേൾക്കുന്നുണ്ട്. എന്നിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് ഗ്രഹിക്കാതെ കേട്ടിട്ട് ഇത് കേട്ട എന്നാ പറഞ്ഞ സർഫസിൽ അടിച്ചു പോവുകയാണ്. നമ്മുടെ നാട്ടുപുറത്തൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ എന്ത് ചെയ്യാണ്, അത് പോകുകയാണ്. ആ വചനത്തിന്റെ അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് നിങ്ങൾ കേവലം വചനത്തിന്റെ കേൾവിക്കാരാകാതെ വചനം ചെയ്യുന്നവരായി. നമുക്ക് കേട്ട് പോകാൻ പറ്റും, കേൾക്കാൻ പറ്റും, നമുക്ക് പോയിന്റ് എഴുതാൻ പറ്റും, പോയിന്റ് എഴുതി ബുക്കുകൾ നമുക്ക് നിറയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നിറച്ചിട്ട് അത് ഗ്രഹിക്കാതിരുന്നിട്ട് കാര്യമില്ല. ആ കേട്ടത് ഇന്ന് കേട്ടത് എന്നാണ്. ഇന്ന് കേട്ട ദൈവവചനം ഇവിടെ പറയുകയാണ്, നിങ്ങൾ വചനം കേട്ട് ഗ്രഹിക്കാത്തവൻ ദുഷ്ടൻ വന്ന് ഗ്രഹിക്കാൻ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു അത് കേട്ടിട്ട് ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ കേട്ടത് എന്ത് ചെയ്യും, എടുത്തു കളയും. അത് അകത്തോട്ട് പോയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, അത് മോഷ്ടിക്കപ്പെടുകയാണ്. നിങ്ങളുടെ അകത്തുനിന്ന് ദൈവവചനം മോഷ്ടിക്കപ്പെടരുത്. കൊലോസ്യർക്ക് എഴുതിയതുപോലെ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം, ആ വചനം വസിക്കണം. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ വചനം വസിച്ചാൽ അതിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകും, അതിൽ നിന്ന് ഫലം കായ്ക്കാൻ തുടങ്ങും. ഇവിടെ പറയുകയാണ്, ദുഷ്ടൻ വന്ന് എന്ത് ചെയ്യാണ്, അത് മോഷ്ടിച്ചതുകൊണ്ട് അത് ഹൃദയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. ഹൃദയത്തിന്റെ അകത്ത് വാക്വമാണ്, ഹൃദയത്തിന്റെ അകത്ത് പിന്നെ ശൂന്യതയാണ്. ആ വചനം എന്ത് ചെയ്തു, ആ വചനം മോഷ്ടിക്കപ്പെട്ടു. വേറെ എന്നിട്ട് പറയാണ്, പാറസ്ഥലത്ത് വീണമോ. കർത്താവ് നോക്കി ആ ഉപമ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. പാറസ്ഥലത്ത് വീണതോ, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു ആകുന്നു. എങ്കിലും വേരില്ലായകയാൽ അവൻ ക്ഷണകനത്ര. ഇത് കേട്ട് സന്തോഷത്തോടെ നോക്ക, ഹല്ലേലൂയ പറയുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്, കരങ്ങൾ അടിക്കുന്നുണ്ട്, തുള്ളിച്ചാടുന്നുണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്തില്ല, വേരില്ല. അത് ആ കേട്ട വചനത്തിന് അടിസ്ഥാനമില്ല. അത് കേട്ട വചനം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് പണിയപ്പെടുന്നെങ്കിൽ, ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേലാണ് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, എത്ര വലിയ കാറ്റടിച്ചാലും, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, എത്ര വലിയ പ്രതികൂലമായ സാഹചര്യം ജീവിതത്തിൽ നേരിടേണ്ട വന്നാലും, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഉറപ്പോടെ പറയാൻ പറ്റും, ഈ വിഷയത്തിൽ ഞാൻ ലജ്ജിക്കത്തില്ല. കാരണം പണിയപ്പെട്ടത് എന്താ, വേരില്ലാത്തടത്തല്ല, വേരുള്ളിടത്താണ്. ഞാൻ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് പണിതിരിക്കുന്നത്. ആ അടിസ്ഥാനം തകർക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കത്തില്ല. പ്രൈസ്. അവൻ ആദ്യനും അവൻ അന്ത്യനുമാണ്, അവൻ ആൽഫയും അവൻ ഒമേഗയുമാണ്. അവനിലാണ് ഞാൻ ആരംഭിച്ചത്, അവനിലാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. സോ അവനിൽ പണിത ഒരു വ്യക്തി ഒരിക്കലും ലജ്ജിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതെ പോകല്ലേ, വേര് അറ്റുപോകരുതേ. ആ വേര് ക്രിസ്തുവിൽ തന്നെ, അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചു. ആരിലാണ്? ക്രിസ്തുവിൽ വേണം വേരൂന്നാൻ. ഒരു വ്യക്തി കർത്താവ് നോക്ക്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും പറയുകയാണ്. നോക്ക്, നമ്മളെ ഞങ്ങളുടെ വീട്ടിൽ ഈ ചെടികളൊക്കെ വെച്ചിരിക്കുമ്പോൾ ഒത്തിരി ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ആ ചട്ടിയിലൊക്കെ ചെടികൾ വെച്ചിരിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യുക, അത്രയും ഭാഗമേ ഉള്ളൂ അതിന് വേരോടാൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് വെച്ച് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്.
ഇത്രയും നീ വളർന്നാൽ മതി, ഇത്രയും നിന്റെ വേര് ഓടിയാൽ മതി. അതുകൊണ്ട് അതിന് വേര് ഓടാൻ സ്ഥലക്കുറവായതുകൊണ്ട് എല്ലാ ദിവസവും അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മാത്രമേ അത് നല്ലവണ്ണം നിൽക്കത്തുള്ളൂ. നേരെ ചുറ്റുപാടും വലിയ മരങ്ങൾ നിൽപ്പുണ്ട്, അതിനെയൊന്നും ആരുമെങ്കിലും തടസ്സപ്പെട്ടിട്ടില്ല. അതിന്റെ വേര് ആഴത്തിലോട്ട് അത് വെള്ളം തപ്പിപ്പോകും എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവ പൈതലിന്റെ വേര് എന്ത് ചെയ്യണം? ഓടണം. കണ്ടെയ്ൻഡ് ആകരുത്. അവൻ ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏത് വലിയ പ്രതികൂല കാറ്റടിച്ചാലും അവരുടെ വേര് ആഴത്തിലോട്ട് ഇറങ്ങാൻ തുടങ്ങും, ക്രിസ്തുവിലോട്ട് ഇറങ്ങാൻ തുടങ്ങും. കർത്താവിന്റെ വചനത്തിൽ ഐശ്വര്യമായി കർത്താവിന്റെ വചനം അവരുടെ ഉള്ളിൽ തിളയ്ക്കാൻ തുടങ്ങും. അവരുടെ ഉള്ളിൽ കൺസേൺസ് ആയിരിക്കത്തില്ല, പകരം നിറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ വചനമായിരിക്കും. എന്നിട്ട് മൂന്നാമതൊരു കാര്യം പറയാണ്, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ 21 വായിച്ചേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോ. ആ വേരില്ലെങ്കിലുള്ള കുഴപ്പമാകാ. ക്ഷണത്തിൽ എന്ത് ചെയ്യും? ഇടറിപ്പോ. ഒരു വിഷയം കാണുമ്പം, ഒരു കാറ്റ് കാണുമ്പം, ഒരു വെയിൽ കാണുമ്പം എന്ത് ചെയ്യുകയാണ്? അത് ഉണങ്ങിപ്പോവുകയാണ്. എന്ത് ചെയ്തിരിക്കുക? അതിനെ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആഴത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല, ക്രിസ്തുവിലോട്ട് വേരൂന്നിയിട്ടില്ല. മൂന്നാമതൊരു കാര്യം പറയാണ് മുള്ളിനിടയിൽ വീണത്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നു. നോക്ക, മുള്ളിന്റെ ഇടയിൽ വീണ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ആ വചനം എന്ത് ചെയ്യുന്നില്ല? അവർക്ക് ഉപകാരമായിട്ട് വീഴുന്നില്ല. ഈ ലോകത്തിലെ പല കാര്യങ്ങളും, പല കൺസേൺസും, പല ഭാരങ്ങളും ചിന്തകളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഭരിക്കുന്നത് കൊണ്ട് ആ കേട്ട വചനം എന്ത് ചെയ്യുന്നില്ല? അത് ഉപകാരമായി വന്നില്ല. നാലാമതൊരു കാര്യം പറയുകയാണ്, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. നോക്ക്, നല്ല നിലത്ത് വീണത് അത് 100, 60, 30 മേനിയായി. അത് മൾട്ടിപ്ലൈഡ് ആവും. ആ വചനം നോക്ക്, അളവില്ലാതെ വലിയൊരു കൊയ്ത്ത് ആ കേൾക്കുന്ന വചനത്തിൽ. ഒരുവൻ ആ കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നിന്നാൽ, ആ വചനമാണ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നെങ്കിൽ ഒന്നിനും കുറവ് വരും. ഞാൻ 2 സംഭവങ്ങൾ ഈ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പറയാം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഇത് പത്രോസിന്റെ പടകിൽ ഇരുന്നാണ് കർത്താവ് ഈ ഉപമ അവരോട് പറയുന്നത്. ഈ ഉപമ അവിടെ പറയുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉപമയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ നേരെ കർത്താവ് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ വലകൾ ആഴത്തിലോട്ട് ഇറക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞ ഒരു കാര്യം, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിന് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ആ കേട്ടത്, ഇവിടെ ആയിരക്കണക്കിന് പേര്, വലിയ പുരുഷാരം ഇത് കേട്ടു, പത്രോസും കേട്ടു ഈ കാര്യം. ആ കേട്ടതിന് ഞാൻ വലയിറക്കാം, നിന്റെ വാക്കിന് ഞാൻ നീ പറഞ്ഞ ഞാൻ പലപ്പോഴും പറയും, പ്രീസറോ നോക്ക്, ആയിരക്കണക്കിന് പേര് അവിടെ കൂടിയിരുന്നെങ്കിലും ഒരാൾക്ക് ആ പ്രസംഗം മനസ്സിലായി, ഒരാൾക്ക് കർത്താവ് പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായി. നിന്റെ വാക്കിന് വലയിറക്കാം. പടക് നിറഞ്ഞു. അങ്ങനെ വിശ്വസിച്ച് വലയിറക്കിയിരിക്കുന്ന ഒരു ദൈവ വൈതലിനോട് ഞാൻ പറയാം, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എന്നാ കൊടുങ്കാറ്റടിച്ചാലും നിങ്ങളെ അതിനൊന്നും തകർക്കാൻ സാധിക്കും. ദ വിൻഡ് വിൽ പാസ് ഓൺ. കൊടുങ്കാറ്റ് കടന്നു പോകും, പ്രതിസന്ധി കടന്നു പോകും, നിങ്ങൾ അവിടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും. വേറൊരു സംഭവം അതിനോട് ചേർന്ന് തന്നെ ഒരു സംഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം, അതിന് ഇന്നലെ ഞാൻ ചർച്ചിൽ പറഞ്ഞായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം. ആ 11-ാം അധ്യായം നമുക്ക് നല്ലവണ്ണം അറിയാം. 11 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ലാസറിന്റെ കാര്യമാണ്. ബഥാനിയയിലോട്ട് കർത്താവ് വരുന്ന കാര്യമാണ്. തന്റെ സ്നേഹിതൻ ലാസർ മരിച്ചുപോയി. കർത്താവ് ബഥാനിയയിലോട്ട് വരികയാണ്. 4 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. ഈ സംഭവമൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെ കർത്താവ് വന്നപ്പോൾ മാർത്ത വഴിയരികിൽ തന്നെ എതിരേറ്റു. മാർത്ത എതിരേറ്റിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഉടനെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ഷിന. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞ ഒരൊറ്റ വാക്ക്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് ഒരു വാക്ക് അവളോട് പറയുകയാണ്, ഒരു വചനം അവളോട് പറയുകയാണ്. പിന്നെ അവളൊരു കാര്യം പറഞ്ഞു, അന്ത്യകാലത്ത് എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉടനെ കർത്താവിനോട് പറയാണ്, അന്ത്യകാലത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയും, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. നോക്ക്, അവിടെ ഗോഡ് ഈസ് ഡിക്ലെയറിംഗ് എ വേർഡ്. കർത്താവ് ഒരു വാക്ക് കർത്താവ് റിലീസ് ചെയ്യുകയാണ്. അവസാനം അവളോട് ചോദിക്കുകയാണ്, അവനെ എവിടെയാ വെച്ചത്? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ നോക്കുക, കല്ലറയുടെ അവിടെ ചെന്നു. ആ കല്ലറയുടെ അവിടെ ചെന്നപ്പോൾ അതിന്റെ 39 തോന്നുന്നു, അതിന്റെ 39 കർത്താവ് പറയാണ്, കല്ല് എന്ത് ചെയ്ത്? കല്ല് നീക്കാൻ പറഞ്ഞു. ആ കല്ല് എന്ത് ചെയ്യുക? നീക്കുകയാണ്.
മരിച്ചവന്റെ സഹോദരിയായി മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പറയാണ്, ആ മരിച്ചവന്റെ സഹോദരിയെ മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. കർത്താവ് എന്നാ പറഞ്ഞത്? പ്ലീസ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് അവനെ ഉയർപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഇത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും അല്ല കർത്താവ് പറഞ്ഞു, ഹിഡൻ ആയിട്ടൊന്നും അല്ല കർത്താവ് പറഞ്ഞു. നേരിട്ട് നോക്ക്, നാം അവനെ ഉയർപ്പിക്കാൻ പോകുന്നു. കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ പറയുകയാണ്, മാർത്തയോട് ആദ്യം പറയുന്ന വാക്ക്, അവൻ ഉയർത്തെഴുന്നേൽക്കും. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ലാസർ മരിക്കത്തില്ല. ഇല്ല, അവൻ യേശു പറയാം, അവൻ എഴുന്നേൽക്കും. ഡയറക്റ്റ് ആൻസർ ആണ്. ഇതിന്റെ അകത്ത് ഒരു വളഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആൻസർ ആണ്. പക്ഷെ അവിടുന്ന് ആ കല്ലറയുടെ അവിടെ ചെന്നപ്പം അല്പനേരം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രേ സമയമുള്ളൂ, അല്പനേരം കഴിഞ്ഞ് ആ കല്ലറയുടെ അവിടെ ചെന്ന്, എന്നാ ഇനി കല്ല് മാറ്റിക്കോ, എന്തിനു വേണ്ടിയാ? ഉയർപ്പിക്കാൻ. ആ കല്ലങ്ങ് മാറ്റിയാല് എന്ന് കർത്താവ് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇല്ല, നോക്ക്, മരിച്ച് നാറ്റം വെച്ചു 4 ദിവസമായി. ഉടനെ കർത്താവ് അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതിന്റെ 40-ാം വാക്യത്തിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഹാവ് നോട്ട് ഐ ടോൾഡ് യു? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നീ എന്നാ കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം നീ എന്നാ മറന്നേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നോക്ക്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ എത്ര വേഗമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വചനം മോഷ്ടിക്കപ്പെടുന്നത്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, ആ കേട്ട വചനം, 1, അതിന് വരരുത്, 2, അത് മോഷ്ടിക്കപ്പെടണം. മനസ്സിലായോ? അതിന് അടിസ്ഥാനമില്ലാതെ പോകണം. അതാണ് പിശാച്. എന്നാൽ നല്ല നിലത്ത് വിതച്ചത്. നോക്ക, പത്രോസ് ആ കേട്ടപ്പോ അത് പിടിച്ചു. പത്രോസ് കേട്ടപ്പോ അത് പിടിച്ചു. ഞങ്ങൾ അധ്വാനിച്ചു, രാത്രി മുഴുവൻ നോക്കി, രാത്രി മുഴുവൻ വീശി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ നിന്റെ ഈ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞപ്പോ എന്നാ സംഭവിച്ചേ? പടകുകൾ നിറഞ്ഞു, അല്ലേ? അപ്പൊ കർത്താവിന്റെ വചനത്തിൽ, ദൈവമക്കളോട് ഞാൻ പറയാം, കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് താന്നു പോകാം. അപ്പം the word should indwell inside you. നിങ്ങളുടെ അകത്ത് ആ കർത്താവിന്റെ വചനം എന്ത് ചെയ്യണം? വസിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ പറയാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നാവുകളിലും, ഇത് 2 കാണണം. നിങ്ങളുടെ അകത്തും കാണണം, നിങ്ങളുടെ പുറത്തോട്ട് വരുന്ന ആ സ്ഥലത്തും എന്ത് ചെയ്യണം? ദൈവത്തെ സെൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ഏത് പ്രതിസന്ധി നേരിടുന്നെങ്കിലും ആ കർത്താവിന്റെ വചനം അതിന്റെ മേൽ അയച്ചേ. പ്രീസ് നോക്ക്, ഒരു കർത്താവ് തന്നെ തന്റെ പരസ്യ ശുശ്രൂഷയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നിങ്ങൾ പറയണം, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം, വിശ്വാസത്തോടെ പറയണം. ആ യേശു എന്നാ ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നിട്ട് യേശു എന്നാ പറഞ്ഞേ? ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന് മരിച്ച ലാസർ 4 ദിവസമായി നാറ്റം വെച്ചെന്ന് ലോകം പറഞ്ഞ ലാസർ വെളിയിൽ വന്നു. ഉടനെ കർത്താവ് പറഞ്ഞ, അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. അവന്റെ ചില കെട്ടുകളൊക്കെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കർത്താവിന്റെ വചനം നിങ്ങളുടെ അകത്ത് ഒന്ന് വസിച്ചേ, കർത്താവിന്റെ മഹത്വം ഒന്ന് വസിച്ചേ. ആ സാഹചര്യങ്ങൾ നിങ്ങളെ ഭരിക്കാതെ, മുള്ളിന്റെ ഇടയിൽ വീണ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ആ പാറസ്ഥലത്ത് വീണത് പറവകൾ വന്ന് ദൈവത്തിന്റെ വചനം കേട്ടുവെങ്കിലും അത് ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകട്ടെ. ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് റിച്ച്ലി ഡ്വെൽ ഇൻസൈഡ് യു. ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. ഒന്നിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നിങ്ങൾ താഴാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും തമ്മിൽ പാടിയും ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി. ആരോട് പറയാം? ആ വചനം അങ്ങോട്ട്, ആ വചനം കിടക്കട്ടെ. എനിക്ക് ഇച്ചിരൂടെ പൈസ ഉണ്ടായിരുന്നേ, പൈസ ഒന്നും അല്ല കേട്ടോ. കർത്താവിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സാധിക്കും. The glory is inside you. The word is inside you. അകത്തുണ്ടോ? അതിന് വേരുണ്ടോ? അത് ക്രിസ്തുവിലോട്ടാണോ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവവൈതലേ, നിങ്ങളുടെ തല താഴത്തില്ല. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
കർത്താവിന്റെ നാൾക്ക് നാൾ വരും തോറും നിങ്ങൾക്ക് മൂർച്ച കൂടണം. നാൾക്ക് നാൾ വരും തോറും ഒരു ദൈവവൈതൽ ബലഹീനമാകുകയല്ല, ശക്തിപ്പെടുകയാണ് ചെയ്തത്. എനിക്ക് ഈ ആദ്യകാലത്തൊക്കെ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന പലരും പിന്നീട് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വരുന്നില്ല. എനിക്ക് സന്തോഷമാണ് കാരണം ഇനി ഞാൻ നോക്കുമ്പോൾ അവര് 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവര് 10 പേരെ നേടുക. കാരണം they have become strong. അവര് പല വിഷയത്തിലും പ്രതികൂലങ്ങളിലും ഒക്കെ ഭാരപ്പെട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്ന് വീട്ടിൽ വന്നപ്പോൾ ഒരു സഹോദരൻ പറയാം, ബ്രദറെ ഞാൻ 2008 ഞാൻ ആദ്യം വരുന്നത്. 2008 വരുമ്പോൾ ഒരു സൈക്കിള് പോലും ഇല്ല എനിക്ക് അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ കയറി വന്നെങ്കിൽ എന്നോട് പറയാ, ബ്രദറെ എനിക്ക് ഇന്ന് 3 കാറുണ്ട്, 2 ഓഫീസുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, എനിക്ക് വീട് കർത്താവ് തന്നു, നോക്ക് ബിസിനസ് തന്നു, എല്ലാത്തിലും കർത്താവ് അനുഗ്രഹിച്ചു. എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ വചനം ഐശ്വര്യമായിട്ട് തന്റെ ഉള്ളിൽ വസിക്കുകയാണ്. കേട്ട വചനത്തിൽ നിന്നു. അതാ ഈ കൊലോസ്യ ലേഖനം 3:17 വരുമ്പോ അതാ പറയുന്ന, വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിന്റെ വചനത്തിൽ ചെയ്തും പിതാവാം ദൈവത്തിന് സ്തോത്രം പറയുന്നവരും ആകണം. ഒന്ന് നന്ദി കുറഞ്ഞു പോകരുത്, നന്ദിയുള്ളവരായിരിക്കണം. ആ ചെയ്തൊക്കെ ഒന്ന് തിരിഞ്ഞ് ഒന്ന് നോക്കി ഒന്ന് ചിന്തിച്ച് ഒന്ന് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു. താങ്ക് യു ഫോർ എവരിത്തിങ്. നന്ദി യേശുവേ. ഒന്നും അർഹതയും യോഗ്യതയും ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് നന്ദി എന്നല്ലാതെ ഒന്നും പറയാൻ, വേറെ ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിലും നന്ദി പറയാൻ അറിയാമെങ്കിൽ ആ നന്ദി പറഞ്ഞാൽ മതി. പ്രൈസ് ഗോഡ് വിൽ ആഡ് എവരിത്തിങ് ഫോർ യു. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അത് മാത്രമേ ഉള്ളൂ. വേറെ നമ്മളിൽ നിന്ന് കർത്താവ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ നന്ദിയുള്ള ഒരു ഹൃദയം. താങ്ക് യു, നീ എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തല്ലോ ആ കാൽവറി ക്രൂശിൽ. നിങ്ങൾക്കറിയാവോ, ജീസസ് വാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. എനിക്ക് പകരമായിട്ടാണ് കർത്താവ് കിടന്നത്. എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരുന്നു കർത്താവോട്. ഞാൻ കിടക്കേണ്ടത്, ഞാൻ അനുഭവിക്കേണ്ടത് എനിക്ക് പകരക്കാരനായിട്ട് കർത്താവ് അവിടെ അനുഭവിച്ചു. നന്ദിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രൂശ് മാത്രം മതി. എന്റെ കടം മാറിയോന്നോ എന്റെ രോഗം മാറി, അതൊക്കെ വരുമെന്നേ, അതൊക്കെ നോക്ക്. സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും സൗജന്യമായി ഫ്രീലി, he will give everything freely. കാരണം വില കൊടുത്തതാണ്. The price has been paid. ഇതിന്റെ വില കാൽവറി ക്രൂശിൽ കൊടുത്തതാണ്. എന്റെ രോഗത്തിന്റെ മേൽ, എന്റെ രോഗത്തിനുള്ള വില കൊടുത്ത അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം. ക്രൂശിലെ മരണത്തോളം താൻ ദരിദ്രനായി എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി വില കൊടുത്തതാണ്. പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്. അങ്ങനെയാണെങ്കിൽ ദൈവവൈതലെ താഴാൻ ഒരു സാധ്യതയുമില്ല, തകർന്നു വീഴാൻ ഒരു സാധ്യതയുമില്ല. ആ കർത്താവിന്റെ വചനത്തിൽ ഐശ്വര്യമായിട്ട് അങ്ങ് നിന്നു. ബ്ലെസ്ഡ് ആകും എല്ലാ മേഖല. സോ വി ആർ ഗോയിങ് ടു പ്രേ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ചില ഷാക്കിൾസ്, ചില ബന്ധനങ്ങളൊക്കെ ഇന്ന് പൊട്ടട്ടെ, ചില ചെങ്ങലകളൊക്കെ പൊട്ടട്ടെ. പിശാചി കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പൊട്ടി വീഴും. നിന്റെ മനസ്സിനെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ബന്ധിച്ചു വെച്ചിരിക്കുന്ന, നിന്റെ വീടിനെ തകർക്കാൻ നോക്കുന്ന പിശാചി കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ ഇന്ന് പകൽ അഴിയും. കർത്താവിന്റെ വചനം അകത്തോട്ട് കയറിയാൽ മതി. ഭയപ്പെടരുത്. കർത്താവ് പറഞ്ഞ ഭയപ്പെടേണ്ട. ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞ വാക്ക് ഭയപ്പെടേണ്ട. ഹൃദയകാഠിന്യത്തെ കർത്താവ് ശാസിച്ചു. അവരുടെ അടുത്ത് വന്ന് അവരുടെ നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ, അതാ കർത്താവ് ചോദിച്ചു. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ. ആ ദൂതൻ പറഞ്ഞില്ലേ, മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത്. അവൻ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞില്ലേ, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞില്ലേ. അവനെ പറഞ്ഞ അവർ പറഞ്ഞ വാക്ക് അവർ ഓർത്തു. അതെങ്ങനെയാ മറന്നുപോയെ? അതെങ്ങനെയാ? ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയല്ലേ, നിനക്ക് പൈസ വേണമെങ്കിൽ ഇന്നടത്തുണ്ട്, ചെക്ക് അവിടെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, നീ ആവശ്യം വരുമ്പോൾ എടുത്തോണം. ഇങ്ങനെ ഇത് മറക്കുവോ? നീ ആവശ്യം വരുമ്പോൾ ഓർക്കുവോ? എന്നാൽ 3-ാമത്തെ ദിവസം ഇവർ ഓർക്കണ്ടേ രാവിലെ ഉയർത്തെഴുന്നേക്കുമെന്ന്? ഉയർത്തെഴുന്നേക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ വിശ്വസിച്ചിരുന്ന കല്ലറ വിട്ടു പോവോ? കല്ലറയുടെ അവിടുന്ന് മാറുമോ? കല്ലറയുടെ വാതൊക്കെ കുത്തി കണ്ടോടം. അവര് നോക്കെ ഇന്നത്തെ നമ്മുടെ ജെൻസിയൊക്കെ ഡൽഹി പോയി വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിച്ചത് നിന്നേനെ അവര് കല്ലറയുടെ മുമ്പിൽ.
കണ്ടോണോന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ തല വെട്ടുവോന്നൊന്നും അവർക്ക് ഭയമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ നാഥൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഞങ്ങളുടെ തല വെട്ടിയാലും അത് കൂട്ടിച്ചേർക്കാൻ ഞങ്ങളുടെ നാഥന് പറ്റും. അല്ലേ? സ്വതന്ത്രം. ആ ഭയം, ആ ഫാക്ടർ പുറത്ത് തള്ളിക്കോണം. ഒരു ദൈവ പൈതലിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിട്ടുപിരിഞ്ഞാൽ, പോള് പറഞ്ഞ പോലെ വിട്ടുപിരിഞ്ഞാൽ ഞാൻ അവനോട് കൂടെ. സോ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ കർത്താവിന്റെ വചനം ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പാഴട്ടെ നിങ്ങളുടെ ഉള്ളിൽ. യേശുവേ സ്തോത്രം കർത്താവേ. ഇത് കേട്ടതുപോലെ ആ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഐശ്വര്യമായിട്ട് വാഴുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. വചനം ഞങ്ങൾക്ക് ഓർമ്മ തരണമേ. ഓരോ സാഹചര്യത്തിലും ഓരോ പ്രതികൂലത്തിന്റെ അവസ്ഥകളിലും നിൽക്കുന്നവരുടെ ഉള്ളിലേക്ക് ആ വചനം ഹല്ലേലൂയ അവരെ ഓർമ്മിപ്പിച്ച് അത് വാഗൊണ്ട് പറയുവാൻ തക്കവണ്ണം കർത്താവെ ഓരോ മക്കൾക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. രോഗികൾ ഇന്നിപ്പോ സൗഖ്യമാകട്ടെ. അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. കിഡ്നിക്കകത്ത് സ്റ്റോണിന്റെ പ്രയാസത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം. ആ സ്റ്റോൺ യേശുവിന്റെ നാമത്തിൽ അത് പൊടിഞ്ഞു പോകട്ടെ. അത്ഭുതം നടക്കട്ടെ. എന്റെ കർത്താവിന്റെ മഹത്വം അങ്ങനെയുള്ളവരുടെ മേൽ ഇറങ്ങിയിരിക്കാൻ സ്തോത്രം കർത്താവെ. ഭയപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാം. ഭയം നീങ്ങി മാറട്ടെ. നിരാശകൾ നീങ്ങി മാറട്ടെ. വലിയൊരു ധൈര്യം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ ഏത് പ്രതികൂലത്തെ നേരിടും. എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഈ വചനം എന്നെ ജീവിപ്പിക്കും. ഈ വചനം എന്റെ കുടുംബത്തെ ഉയർത്തും. ഈ വചനത്താൽ എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു വലിയ ധൈര്യവും പ്രത്യാശയും ഓരോ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ സകല അന്യായമായ ബന്ധനങ്ങളും അഴിയട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗികളും എല്ലാ രോഗാവസ്ഥകളും ഇപ്പോൾ തന്നെ മാറട്ടെ. നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തിന്റെ എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ പാൻഡമിക്കും എല്ലാ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. അനേകര് ജലദോഷം, പനി, ചുമ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കാൻ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. തല മുതൽ കാല് വരെ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം തൊടുന്നതിനായി സ്തോത്രം. സാമ്പത്തികമായ വെല്ലുവിളികളൊക്കെ മാറട്ടെ. വഴികൾ തുറക്കട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. ജപ്തികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചിലതൊക്കെ ആഡ് ഓൺ ചെയ്യുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുകയാണ്. നിറയ്ക്കണമേ അപ്പച്ച. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ചില എക്സാമുകളൊക്കെ വരികയാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ഉന്നതമായ വിജയം ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതമാക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ നിറവുണ്ടാകട്ടെ. അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. അതവിടെ ഉണ്ടെങ്കിൽ വേറൊന്നുമില്ലേലും അതവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ ഉളവായി വരും. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഷെയർ ദ വീഡിയോസ്. വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. അനേകർക്ക് അതൊരു അനുഗ്രഹമായി മാറട്ടെ. ഗോഡ് ബ്ലെസ് യു. വി ലവ് യു ആൻഡ് പ്രേ ഫോർ അസ് ഓൾസോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിശ്ചയമായിട്ടും കർത്താവിന്റെ കൃപയിലാണ് നിൽക്കുന്നത്. അനേകരുടെ പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ട്. എനിക്കൊരു കാര്യം അറിയാം. പ്ലീസ്, പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലവും ഏറ്റവും വലിയ ധൈര്യവും. ആ പ്രാർത്ഥനയാണ്. താങ്ക് യു ഫോർ യുവർ പ്രയർ ആൻഡ് കണ്ടിന്യൂ ടു പ്രേ ഫോർ അസ്. ഗോഡ് ബ്ലെസ് യു.